Hello everyone, welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് verb, adverb, noun and adjective. ഇത് നാലും എന്താണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ അതായത് ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇത് നാലും മനസ്സിലാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ ഒരു പുതിയ യൂട്യൂബ് ചാനലിനെ കുറിച്ചിട്ടാണ്. ചാനലിന്റെ പേര് ഡെയിലി ഡോസ് ഓഫ് ഇംഗ്ലീഷ് എന്നാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എല്ലാ ദിവസവും ഞാൻ ഓരോ വീഡിയോ വെച്ചിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് മെയിൻലി ഗ്രാമർ ക്വിസസ് ആയിരിക്കും. അപ്പൊ നമ്മളിങ്ങനെ ക്വിസസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് പ്രയോജനം? നമുക്ക് ഗ്രാമറിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും, ഇംഗ്ലീഷ് ഗ്രാമറിനെ കുറിച്ച് അറിയാൻ പറ്റും, അതുപോലെ തന്നെ നമ്മുടെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യും. അപ്പൊ എല്ലാ ദിവസവും നിങ്ങൾക്കൊരു വർക്ക്ഷീറ്റ് പോലെ ഞാൻ ഒരു വീഡിയോ ആയിരിക്കും അപ്ലോഡ് ചെയ്യുക. അപ്പൊ നിങ്ങളത് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് എത്ര മാർക്സ് കിട്ടി എന്ന് അവിടെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഞാൻ അതിന്റെ ലിങ്ക് എൻ്റെ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് ഇടുന്നുണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ യൂട്യൂബ് ചാനലാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് verb എന്നാണ്. Verbs are the action words in a sentence that describes what the subject is doing. അതായത് സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തിനെയാണ് നമ്മൾ verb എന്ന് പറയാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് സബ്ജക്റ്റ് എന്നാണ്. സബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്രവൃത്തി ചെയ്യുന്നത് ആരാണോ അവരെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയാം. അപ്പൊ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഞാനാവാം, നിങ്ങളാവാം, അവരാവാം, ഞങ്ങളാവാം, അവനാവാം, അവളാവാം. അതായത് ഐ, യു, വി, ദേ, ഹി, ഷി എന്തുമാവാം സബ്ജക്റ്റ്. മനസ്സിലായോ? അപ്പോൾ ഈ സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തിനെയാണ് നമ്മൾ verb എന്ന് പറയാം. അപ്പോൾ verb എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ ആക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആയിരിക്കും. അത് ഞാനൊരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. അവൻ വേഗത്തിൽ ഓടി. നമ്മൾ എങ്ങനെയത് ഇംഗ്ലീഷിൽ പറയാ? ഹി റാൻ ക്വിക്ലി. അപ്പൊ ഇവിടുത്തെ സബ്ജക്റ്റ് ആരാണ്? ഹി ആണ്. അപ്പൊ നമ്മൾ അവനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ അവനിവിടെ ചെയ്ത പ്രവൃത്തി എന്താണ്? അവൻ ഓടിയതാണ് ഇവിടുത്തെ പ്രവൃത്തി. അപ്പൊ ഇവിടുത്തെ verb എന്താണ്? റാൻ എന്നുള്ളതാണ് ഇവിടുത്തെ verb. വേറൊരു എക്സാമ്പിൾ, അവൾ എല്ലാ ഞായറാഴ്ചകളിലും ചോക്ലേറ്റ് കേക്ക് കഴിക്കും. ഷീ ഈറ്റ്സ് ചോക്ലേറ്റ് കേക്ക്സ് എവറി സൺഡേസ്. അപ്പൊ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അവൾ ചെയ്ത പ്രവൃത്തി എന്താണ്? അവൾ എല്ലാ ഞായറാഴ്ചയും ചോക്ലേറ്റ് കേക്ക് കഴിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടുത്തെ പ്രവൃത്തി എന്താണ്? ഈറ്റ്സ് എന്നുള്ളതാണ്. അതായത് അവൾ കഴിക്കുന്നതാണ് ഇവിടുത്തെ പ്രവൃത്തി. അപ്പൊ ഇവിടുത്തെ verb എന്താണ്? ഈറ്റ്സ് ആണ്. വേറൊരു എക്സാമ്പിൾ, ഞങ്ങൾ ഇന്നലെ അങ്ങോട്ട് പോയി. ഓക്കെ, ഇത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? വി വെന്റ് ദേർ യെസ്റ്റർഡേ എന്ന് പറയും. അപ്പൊ ഇവിടുത്തെ പ്രവൃത്തി എന്താണ്? വെന്റ് ആണ്. അതായത് ഇവർ പോയതാണ് ഇവിടുത്തെ പ്രവൃത്തി. അപ്പോൾ ഇവിടുത്തെ verb എന്താണ്? വെന്റ് ആണ്. ഇതാണ് ആക്ഷൻസ് എന്നുള്ള രീതിയിലുള്ള എക്സാമ്പിൾസ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. അതെന്താണെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കി തരാം. ഞാനൊരു വിദ്യാർത്ഥിയാണ്. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? ഐ ആം എ സ്റ്റുഡൻറ്. ഓക്കെ, അപ്പൊ ഈ ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കുന്നത്? ഇതിൽ കാണുമ്പോൾ നമുക്കൊരു verb ഉണ്ടോ? ഒറ്റ നോട്ടത്തിൽ നമുക്ക് verb ഇല്ല എന്ന് തോന്നും. പക്ഷേ ഇവിടെ എന്താ ഡിഫൈൻ ചെയ്തത്? ഞാൻ എന്താണ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഞാനൊരു വിദ്യാർത്ഥിയാണ്. അതായത് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. ഞാൻ ആയിരിക്കുന്നതാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇവിടുത്തെ verb എന്താണ്? ആം ആണ് ഇവിടുത്തെ verb. അതുപോലെ തന്നെ അവൻ മിടുക്കനായ ഒരു ആൺകുട്ടിയാണ്. ഹി ഈസ് എ സ്മാർട്ട് ബോയ്. അപ്പൊ അവനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അവൻ എന്താണ് എന്നാണ് നമ്മൾ പറയുന്നത്? അവൻ സ്മാർട്ട് ബോയ് ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഹി ഈസ് എ സ്മാർട്ട് ബോയ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ verb എന്താണ്? ഈസ് ആണ്. മനസ്സിലായില്ലേ? അപ്പൊ verb എന്ന് പറയുന്നത് നടക്കുന്നതാവാം, കളിക്കുന്നതാവാം, ചാടുന്നതാവാം, ഓടുന്നതാവാം, എന്തുമാവാം. പ്രവൃത്തി ചെയ്യുന്നത് ആരാണോ അവരെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയാ. എന്താണ് പ്രവൃത്തി? അതായത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ പ്രവൃത്തികളും verbs എന്ന് പറയാം. മനസ്സിലായില്ലേ? അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് adverb എന്നാണ്. Adverbs are words that describes a verb. അതായത് ഇവിടെ എന്താ ഞാൻ പറയുന്നത്? ക്രിയയെ വിശേഷിപ്പിക്കുന്ന വാക്കാണ് adverb. മനസ്സിലായോ? നമ്മൾ തൊട്ട് മുൻപ് എന്താ പഠിച്ചത്? എന്താണ് verb എന്ന് പഠിച്ചു. അതായത് ക്രിയ എന്താണെന്ന് പഠിച്ചു. ഇനി ആ ക്രിയയെ വിശേഷിപ്പിക്കുന്ന വാക്കിനെയാണ് നമ്മൾ adverb എന്ന് പറയാം.
ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സെന്റൻസ് തന്നെ, ഹി റാൻ ക്വിക്ലി, അവൻ വേഗത്തിൽ ഓടി. അപ്പൊ ഇവിടുത്തെ വേർബ് എന്തായിരുന്നു? റാൻ എന്നുള്ളതായിരുന്നു ഇവിടുത്തെ വേർബ്. അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈ ഒരു സെന്റൻസിലെ ആ വേർബിനെ ഒന്നുകൂടിയും ഡിസ്ക്രൈബ് ചെയ്യുന്നത്, അതായത് അവൻ ഓടിയതാണ് അവിടുത്തെ പ്രവൃത്തി. അവൻ എങ്ങനെ ഓടിയത്? ക്വിക്ലി, വേഗത്തിലാണ് ഓടിയത് അല്ലെ. അപ്പൊ അതിനെയാണ്, ക്വിക്ലി എന്നുള്ള വേർഡാണ് ഈ സെന്റൻസിലെ ആഡ്വേർബ്. മനസ്സിലായില്ലേ? ഷീ റെഡ് ക്വൈറ്റ്ലി. അപ്പൊ ഇവിടുത്തെ സബ്ജക്റ്റ് ആരാണ്? ഷീ ആണ്. അവൾ ചെയ്ത പ്രവൃത്തി എന്താണ്? റെഡ് ആണ്. മനസ്സിലായോ? ആ വായിച്ചത് എങ്ങനെയാണ്? ക്വൈറ്റ്ലി ആണ്, അതായത് പതുക്കെയാണ് വായിച്ചത്. അപ്പൊ ഇവിടുത്തെ ആഡ്വേർബ് എന്താണ്? ക്വൈറ്റ്ലി എന്നാണ്. ഷീ സാങ് ലൗഡ്ലി. ഓക്കെ, അവൾ ഉറക്കെ പാടി എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണ്? ഷീ ആണ്. അവിടുത്തെ പ്രവൃത്തി എന്താണ്? സാങ്, പാടി എന്നാണ്. ഇവിടെ എന്താണ് നമ്മുടെ ആഡ്വേർബ് ആയിട്ട് വരുന്നത്? ഷീ സാങ് ലൗഡ്ലി എന്നല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പൊ ലൗഡ്ലി ആണ് ഇവിടുത്തെ ആഡ്വേർബ്. ഇനി കാറ്റ് വെയിറ്റഡ് ഇംപേഷ്യന്റ്ലി ഫോർ ഫുഡ്. പൂച്ച അക്ഷമയോടെ ഭക്ഷണത്തിന് വേണ്ടി കാത്തു നിന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ വേർബ് എന്താണ്? കാത്തു നിന്നതാണ്. അപ്പൊ വെയിറ്റഡ് എന്നുള്ളതാണ് ഇവിടുത്തെ വേർബ്. അപ്പൊ ഇവിടെ ഡിഫൈൻ ചെയ്യണ്ടോ? വേർബിനെ ഡിഫൈൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ടോ? ഇംപേഷ്യന്റ്ലി കാത്തു നിന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അക്ഷമയോടെ കാത്തു നിന്നു. അപ്പൊ ഇവിടുത്തെ ആഡ്വേർബ് എന്താണ്? ഇംപേഷ്യന്റ്ലി എന്നുള്ളതാണ് ഇവിടുത്തെ ആഡ്വേർബ്. മനസ്സിലായില്ലേ? അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് നൗൺ എന്നാണ്. Name that is used to identify any class of people, things or places is known as a noun. അതായത് nouns എന്ന് പറയുന്നത് നാമമാണ്, അതായത് പേരാണ്. അപ്പൊ എന്തിന്റെ പേരാണ്? അത് ഒരാളുടെ പേരായിരിക്കാം, ഒരു സ്ഥലത്തിന്റെ പേരായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഒരു മൃഗത്തിന്റെ പേരായിരിക്കാം, ഒരു പക്ഷിയുടെ പേരായിരിക്കാം, ഒരു പ്രാണിയുടെ പേരായിരിക്കാം, എന്തുമാവാം. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇന്ന് ആദ്യം ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് കോമൺ നൗൺ എന്നാണ്. ഇപ്പോൾ ആനിമൽസ് എന്നുള്ളൊരു കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ, ആനിമൽസ് എന്ന് പറയുന്നത് മൃഗങ്ങളാണ്. ഇപ്പം മൃഗങ്ങളിൽ എന്തോരമുണ്ട്? കുറേ മൃഗങ്ങളുണ്ടല്ലേ. ഇപ്പം ലയൺ, ടൈഗർ, അങ്ങനെ കുറേ മൃഗങ്ങളുണ്ട്. അപ്പം ഇവരൊക്കെ കൂടിയിട്ടുള്ളൊരു കാറ്റഗറിയാണ് നമ്മൾ എങ്ങനെ അവരെ വിളിക്കുന്നത്? മൃഗങ്ങൾ എന്നാണ് വിളിക്കുന്നത്, ആനിമൽസ് എന്നാണ് വിളിക്കുന്നത്. അപ്പം ഇവരെയാണ് നമ്മൾ കോമൺ നൗൺ എന്ന് പറയാം. അതായത് ആനിമൽസ്, ബുക്സ് നമ്മൾ ഒരെണ്ണത്തിന് സ്പെസിഫൈ ചെയ്തിട്ടല്ല പറയുന്നത്, അത് കോമൺ ആയിട്ട് പറയുന്നതാണ്. സ്കൂൾസ്, ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് പ്രോപ്പർ നൗൺ എന്നാണ്. അപ്പൊ പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആയിട്ട് പറയണേനെയാണ് നമ്മൾ പ്രോപ്പർ നൗൺ എന്ന് പറയാം. അതായത് ഒരാളുടെ പേര്, ഇപ്പൊ എൻ്റെ പേര് പറയണേന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേര് സ്നേഹ എന്നാണ്. അപ്പൊ എൻ്റെ പേര് ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രോപ്പർ നൗൺ ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ ആനിമൽസ് എടുത്ത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ലയൺ, അതൊരു പ്രോപ്പർ നൗൺ ആണ്. ഒരു സ്ഥലത്തിന്റെ പേര്, അതായത് ന്യൂയോർക്ക്, ഡൽഹി, ഇതൊക്കെ പ്രോപ്പർ നൗൺസ് ആണ്. നമ്മൾ കറക്റ്റ് ആയിട്ട് പറയാണ്. അതിൽ കൂടുതൽ ക്ലാരിഫിക്കേഷൻ പിന്നെ ആവശ്യമില്ല, കാരണം അത് അണ്ടർസ്റ്റുഡ് ആണ്. മനസ്സിലായില്ലേ? ഇതിനെയാണ് നമ്മൾ പ്രോപ്പർ നൗൺ എന്ന് പറയാം. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് കളക്റ്റീവ് നൗൺ എന്നാണ്. കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ആണ്, അതായത് ഒരു ഗ്രൂപ്പാണ്. മനസ്സിലായോ? ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈബ്, അതായത് ഗോത്രം. അപ്പോൾ അതൊരു കമ്മ്യൂണിറ്റീനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ട്രൈബ്, ആർമി, ഫാമിലി, അതൊക്കെ കുടുംബം. ഇതിനൊക്കെയാണ് നമ്മൾ കളക്റ്റീവ് നൗൺ എന്ന് പറയാം. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് കൗണ്ടബിൾ നൗൺ എന്നാണ്. അപ്പൊ കൗണ്ടബിൾ നൗൺ എന്ന് പറഞ്ഞാൽ എന്താ? ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമുക്കത് കൗണ്ട് ചെയ്യാൻ പറ്റും, അതായത് എണ്ണാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 2 apples, ഫ്രണ്ട്സ്, ഇതൊക്കെ നമുക്ക് കറക്റ്റ് കൗണ്ട് ചെയ്യാൻ പറ്റും ഇല്ലേ? ആപ്പിൾസ്, ഫ്രണ്ട്സ്, 2 books, 3 friends, ഇതൊക്കെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താണോ അതിനെയാണ് നമ്മൾ കൗണ്ടബിൾ നൗൺസ് എന്ന് പറയാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അൺകൗണ്ടബിൾ നൗൺസ് ആണ്. അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമുക്ക് കൗണ്ട് ചെയ്യാൻ കഴിയില്ല. മനസ്സിലായോ? അപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ മരത്തിന്റെ ഇംഗ്ലീഷ് എന്താണ്? വുഡാണ്. അപ്പൊ വുഡ് നമുക്ക് കറക്റ്റ് എണ്ണാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറ്റില്ല. അതുപോലെ തന്നെ ഓക്സിജൻ എന്നുള്ളൊരു എക്സാമ്പിൾ, അത് നമുക്ക് എണ്ണാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെ ഇതിൽ പെടുന്നതാണ് ലിക്വിഡ് ഫോംസ് ആയിട്ടുള്ള സാധനങ്ങൾ. അതായത് ഇപ്പൊ മിൽക്ക്, പാല് നമുക്ക് എണ്ണാൻ പറ്റുമോ? ഇല്ല. വാട്ടർ നമുക്ക് എണ്ണാൻ പറ്റുമോ? അതും പറ്റില്ല. അപ്പൊ ഇതിനൊക്കെയാണ് നമ്മൾ അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറയാം.
അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അബ്സ്ട്രാക്റ്റ് നൗൺ ആണ്. എന്താണ് അബ്സ്ട്രാക്റ്റ് നൗൺ? അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അവർ തൊട്ട് നോക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ ആനിമൽസിനെ ആയാലും തിങ്സിനെ ആയാലും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവർ തൊടാൻ പറ്റും, ഇല്ലേ? നമുക്ക് കറക്റ്റ് എണ്ണം എടുക്കാൻ പറ്റും. പക്ഷെ അബ്സ്ട്രാക്റ്റ് നൗണിൽ നമുക്ക് ഒരിക്കലും അവരെ തൊട്ട് നോക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ലവ്, അത് സ്നേഹമാണ്, അത് നമുക്ക് എത്ര ഉണ്ടെന്ന് എണ്ണാൻ പറ്റില്ല. ഹാപ്പിനെസ്, സന്തോഷം, അതൊന്നും നമുക്ക് എത്ര ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അതുപോലെ അഭിപ്രായം, ഒപ്പീനിയൻ, അതൊന്നും നമുക്ക് എണ്ണാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെയാണ് അബ്സ്ട്രാക്റ്റ് നൗണിന്റെ എക്സാമ്പിൾസ്. അടുത്തത് നമുക്കൊരു സെന്റൻസിൽ ഏതാണ് നൗൺ എന്ന് കണ്ടുപിടിക്കാം. അപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ബുദ്ധിമതിയായ ഒരു പെൺകുട്ടിയാണ്. അപ്പൊ ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? ഷീ ഈസ് ആൻ ഇന്റലിജന്റ് ഗേൾ എന്ന് പറയാം. അപ്പൊ ഇവിടുത്തെ നൗൺ എന്താണ്? ഗേൾ എന്നുള്ളതാണ് ഇവിടുത്തെ നൗൺ. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ, ഷീ ഈസ് മൈ ഫേവറേറ്റ് ടീച്ചർ. അപ്പൊ ഇവിടുത്തെ നൗൺ എന്താണ്? ടീച്ചർ എന്നുള്ളതാണ് ഇവിടുത്തെ നൗൺ. അടുത്തൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻ യു ക്യാച്ച് ദ ബട്ടർഫ്ലൈ? ബട്ടർഫ്ലൈനെ പിടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടുത്തെ നൗൺ ഏതാണ്? ബട്ടർഫ്ലൈ ആണ് ഇവിടുത്തെ നൗൺ. ഹി വെന്റ് ടു ന്യൂയോർക്ക്, അവൻ ന്യൂയോർക്കിലേക്ക് പോയി. ഇവിടുത്തെ നൗൺ എന്താണ്? ന്യൂയോർക്ക് എന്നുള്ളതാണ് ഇവിടുത്തെ നൗൺ. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ആഡ്ജക്റ്റീവ് എന്നാണ്. ആഡ്ജക്റ്റീവ് എന്താ ചെയ്യുക? ആഡ്ജക്റ്റീവ് നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യും. അതായത് നൗണിനെ കുറിച്ച് നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ തരുന്നതാണ് ആഡ്ജക്റ്റീവ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾസ് തന്നെ നമുക്ക് നോക്കാം. ഷീ ഈസ് മൈ ഫേവറേറ്റ് ടീച്ചർ. അപ്പോൾ ഇവിടുത്തെ ടീച്ചർ എന്നുള്ളത് നൗൺ ആണ്. അപ്പോൾ ആ ടീച്ചറിനെ കുറിച്ചിട്ട് പിന്നെയും വിശേഷിപ്പിക്കുന്നുണ്ടോ? എന്തെങ്കിലും പറയുന്നുണ്ടോ? എന്ത് ടീച്ചറാണ് എന്നാണ് പറഞ്ഞത്? ഫേവറേറ്റ് ടീച്ചർ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഫേവറേറ്റ് എന്നുള്ള വേർഡ് എന്താണ്? അതൊരു ആഡ്ജക്റ്റീവ് ആണ്. അതുപോലെ തന്നെ ഷീ ഈസ് ആൻ ഇന്റലിജന്റ് ഗേൾ എന്ന് പറഞ്ഞു. അപ്പൊ അവൾ പെൺകുട്ടിയാണെന്ന് പറഞ്ഞു. അപ്പൊ ഗേൾ എന്നുള്ളത് നൗണായി. അപ്പൊ എന്ത് പെൺകുട്ടിയാണ് എന്നാണ് ഇവിടെ വിശേഷിപ്പിച്ചത്? ഇന്റലിജന്റ് ആയിട്ടുള്ള ഗേൾ ആണ്. അപ്പൊ ഇന്റലിജന്റ് എന്നുള്ളത് എന്താണ്? ആഡ്ജക്റ്റീവ് ആണ്. മനസ്സിലായില്ലേ? വേറൊരു എക്സാമ്പിൾ, ഐ ലൈക്ക് ഓൾഡ് ഹൗസസ്. എനിക്ക് പണ്ടത്തെ വീടുകളാണ് ഇഷ്ടം. അപ്പൊ ഇവിടുത്തെ നൗൺ എന്താണ്? ഹൗസസ് ആണ്. അപ്പൊ ഈ എന്ത് ടൈപ്പ് ഹൗസസിന് ഇഷ്ടം? ഓൾഡ് ഹൗസസ് ആണ് ഇഷ്ടം. അപ്പൊ ഇവിടുത്തെ ഓൾഡ് എന്താണ്? ഓൾഡ് എന്ന് പറയുന്നത് ഒരു ആഡ്ജക്റ്റീവ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് നല്ല വാസ്റ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ആണ്. നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും എളുപ്പത്തിലാണ് ഞാൻ ഇന്നത്തെ വീഡിയോ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ പറഞ്ഞ പോലെ എൻ്റെ സെക്കൻഡ് ചാനലായ ഡെയിലി ഡോസ് ഓഫ് ഇംഗ്ലീഷ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എല്ലാ ദിവസവും അതിൽ ആൻസേഴ്സ് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.